ഫിയാത്തിന്റെ മിഷൻ കോൺഗ്രസിന്റെ ഈ വേദിയിൽ ഇന്ന് ശാലോം ന്യൂസിനോടുകൂടെ ആയിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ അധിപനും മേജർ ആർച്ച് ബിഷപ്പുമായ മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. ഏറെ നാൾ ശംഷാബാദ് രൂപതയുടെ മെത്രാനുമായിരുന്നു. പിതാവിന് ഒട്ടനവധി മിഷൻ എക്സ്പീരിയൻസ് ഉണ്ട്. പിതാവിനോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയാണ് ഫിയാത്തിന്റെ ഒരു മിഷൻ പ്രവർത്തനങ്ങളെ നമ്മുടെ കത്തോലിക്ക സഭ നോക്കിക്കാണുന്നത്? പ്രതിസന്ധികളില്ലാത്ത ഒരു സഭ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കർത്താവ് ആരംഭിച്ച കാലം തുടങ്ങി പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് സഭ പോകുന്നത്. അത് പലതരത്തിലായിരിക്കാം. ഒറ്റിക്കൊടുത്തവൻ വലിയ പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുന്നു. ഫിയാത്ത് മിഷൻ ഒരുപക്ഷെ അൺവാണ്ടഡ് വേസ്റ്റ് വാങ്ങിച്ച് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് എത്ര ഭാഷകളിൽ ബൈബിള് എത്തിച്ചുവെന്നും മെത്രാന്മാരുടെ സംഘത്തിന് പോലും പറ്റാത്ത വിധത്തിൽ പല ഭാഷകളിലും പല നാടുകളിലേക്കും ബൈബിൾ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതൊരു നിസ്സാര കാര്യമല്ല. ഇത് ദൈവം അപ്പം മുറിച്ച് വർദ്ധിച്ചതുപോലെയുള്ള ഒരു അനുഭവമാണ്. ഫിയാത്തിലെ സ്വീറ്റ്ലിയും കൂട്ടുകാരും 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തവരാണ്. അത് കർത്താവ് എടുത്ത് ഉയർത്തിയതാണ്. 12 നിറവിൻ്റെ കൊട്ടയുണ്ട്. പിതാവെ, ലോകം മുഴുവനുള്ള എല്ലാ മിഷണറിമാർക്കും ചെറിയൊരു മെസ്സേജ് നൽകാമോ? മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്. മിഷൻ എന്ത് ജോലിയാണല്ലോ, കപ്പ്യാരാകാം, കുസ്ലിക്കാരനാകാം, ആരും ആകട്ടെ, എന്തും ആകട്ടെ, ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ ദൗത്യം തുടരാണെന്നുള്ള തിരിച്ചറിവ്. ഭാര്യ ഭർത്താക്കന്മാര്, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, ടീച്ചർമാര്. എന്നെ കണക്ക് പഠിപ്പിച്ച മാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാളൊരു ഹൈന്ദവനായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ കണക്കല്ല ഞാൻ പഠിപ്പിച്ചത്, കണക്ക് തെറ്റാതെ ജീവിക്കാനാണ്. അതാണ് മിഷൻ.